ഇതെങ്ങനെയാണ് നമ്മുടെ ഒരു ഡിജിറ്റൽ ട്വിന്നിനെ ജെമിനിയുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓ, ഇതാണ് എന്റെ സിംബ. ഇവനെ ഞാൻ ദുബായിൽ നിന്നാ വാങ്ങിയേ. പക്ഷെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റോ? ഇതിനെ കൊണ്ടുപോകാനുള്ള വഴി അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ ജെമിനിയിൽ നമുക്ക് നമ്മുടെ AI അവതാറിനെ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ആ ഫീച്ചർ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു ഡിജിറ്റൽ ട്വിന്നിനെ ജെമിനിയുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഗൂഗിൾ ഇതിനെ ലൈക്ക്നെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ തന്നെ ഓൺ ഫേസും നമ്മുടെ വോയിസും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ഡിജിറ്റൽ ട്വിൻ അവതാറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യാം. ജെമിനി ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ മോർ അപ്ലോഡ്സിൻ്റെ ഉള്ളിൽ അവതാർ എന്ന് പറയുന്നൊരു ഫീച്ചർ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു അവതാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. ഈ പേജിൻ്റെ ഉള്ളിൽ നമ്മുടെ ആഡ് യുവർ അവതാർ എന്ന് ചോദിക്കും. അപ്പോൾ ടേക്ക് എ ക്വിക്ക് സെൽഫി വീഡിയോ ആൻഡ് ബ്രിങ് യുവർ അവതാർ ആൻഡ് വോയിസ് ടു എനി സീൻ വിത്ത് വൺ ടാപ്പ് എന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഒരു QR കോഡ് ഓപ്പൺ ചെയ്തിട്ട് മൊബൈൽ ത്രൂ ആണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ട്രൈ നൗ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്കിപ്പോൾ ഇവിടെ ഒരു QR കോഡ് കിട്ടിയിട്ടുണ്ട്. ഈ QR കോഡ് നമ്മളുടെ ഫോണിൽ നമ്മൾ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തിട്ട് വേണം നമ്മളുടെ ഫേസൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് നമുക്കത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു QR കോഡ് കിട്ടും. അപ്പോൾ നമ്മുടെ ഫോണിൽ എന്ത് ചെയ്യുക, ഈ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുക ഇതുപോലെ. അപ്പോൾ നിങ്ങൾ ഏത് അക്കൗണ്ടാണോ ജെമിനി യൂസ് ചെയ്യുന്നത് ആ അക്കൗണ്ട് വെച്ചിട്ട് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ ഗൂഗിൾ സൈൻ ഇൻ ചെയ്യാൻ. എന്നിട്ട് അതിൽ വേണം നമ്മൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനായിട്ട്. നമ്മുടെ അടുത്ത് ഇവിടെ ക്രിയേറ്റ് ആൻ അവതാർ ദാറ്റ് ലുക്സ് ആൻഡ് സൗണ്ട്സ് ലൈക്ക് യു എന്ന് ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് ഒരു കൺസെൻറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഐ എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇവിടെ ടാപ്സ് സ്റ്റാർട്ട് ടു ബിഗിൻ, അലൗ ക്യാമറ ആൻഡ് മൈക്രോഫോൺ ആക്സസ് ചോദിക്കും. അപ്പോൾ നമുക്കത് അലൗ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് കീപ് യുവർ ഫേസ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് കാണിക്കും, യു ക്യാൻ നൗ ക്ലോസ് ദിസ് വിൻഡോ, വി റിസീവ്ഡ് യുവർ റെക്കോർഡിങ്സ്, യു ക്യാൻ നൗ ക്ലോസ് ദിസ് വിൻഡോ ആൻഡ് റിട്ടേൺ ടു ജെമിനി എന്ന് കാണിക്കും. അപ്പോൾ നമുക്കിതിന് ക്ലോസ് ചെയ്യാം. നമുക്കിത് റിഫ്രഷ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ അവതാർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ യൂസ് അവതാർ കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവതാർ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് കുറച്ച് പ്രോംപ്റ്റ്സ് കൊടുത്ത് നോക്കാം. മേക്ക് എ വീഡിയോ ഓഫ്, ഈ ഒരു അവതാറിൻ്റെ പേര് ജസ്റ്റ് അങ്ങനെയാണ് സേവ് അയക്കുന്നത്. സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് താജ്മഹൽ ആൻഡ് ടോക്കിംഗ് അബൌട്ട് താജ്മഹൽ. ഓക്കെ, നമുക്കതൊന്ന് ജനറേറ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേ ചെയ്യാം. Welcome to the beautiful Taj Mahal. It was built in the 17th century. It stands as the ultimate symbol of love. It is even more breathtaking in person. അപ്പോൾ നമ്മുടെ അവതാറിനെ വെച്ചിട്ട് കണ്ടില്ലേ, നമുക്ക് നല്ല രീതിയിൽ ആ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കണ്ടൻറ്റ്സ് നമ്മൾ ഫസ്റ്റ് ഒരു അവതാർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇപ്പം ജെമിനി ത്രൂ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ കാണുന്ന വീഡിയോസ് കൂടുതലും നമ്മൾ അവതാർസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഹേജൻ യൂസ് ചെയ്തിട്ടാണ്. വൺസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസിനെ ഹേജനിൽ കൊടുത്ത് അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മുടെ യൂട്യൂബിലുള്ള ഒരു 90% ഓഫ് കണ്ടൻറ്റിലെയും ഇൻട്രൊഡക്ഷൻ വീഡിയോസ് വരുന്നത്.
ഈച്ച് ടൈം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതല്ല. നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത് നമ്മൾ ഏജൻറ്റിൽ കുറച്ച് വീഡിയോസ് നമ്മളിതുപോലെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നത് കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും അത് ജനറേറ്റ് ചെയ്യാം ഈസി ആയിട്ട്. നമ്മളുടെ ടൈം നമുക്ക് പിന്നെയും വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ പിന്നെ ടൈം കളയേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. അപ്പം ഏജൻറ്റിൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടിയും ലെങ്തി വീഡിയോസ് കിട്ടും. ഇതിലിപ്പം കറൻ്റ്ലി നമുക്ക് 10 സെക്കൻഡ്സ് വീഡിയോസ് വരെ ആണ് ജെമിനിയുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഏജൻറ്റിൽ നമ്മൾ അവതാർ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ലോങ് വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓഡിയോ മാത്രം നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് വീഡിയോസും കൂടി ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത സമയത്ത് ജെമിനിയുടെ ഉള്ളിൽ കാണിച്ചിരുന്നത് ഇംഗ്ലീഷ് ആണ് ഇപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് ഈ ഒരു അവതാർ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് മലയാളം കണ്ടൻറ് ഒന്ന് ഞാനൊന്ന് കൊടുത്തു നോക്കുകയാണ് എങ്ങനെയാണിത് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ മലയാളം ടെക്സ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, വോയിസ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, ഞാനും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ മലയാളം നമുക്ക് കിട്ടുന്നുണ്ടോ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഞാൻ കൊടുത്ത ഒരു മലയാളം പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്കിവിടെ വോയിസ് ശരിയായിട്ട് തന്നെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പ്ലേ നോക്കാം. ഓ, ഇതാണ് എൻ്റെ സിംബ. ഇവനെ ഞാൻ ദുബായിൽ നിന്നാണ് വാങ്ങിയേ. പക്ഷെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റോ? ഇതിനെ കൊണ്ടുപോകാനുള്ള വഴി അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പം മലയാളവും നമുക്ക് പ്രോംപ്റ്റുകൾ വോയിസ് പറയുന്നത് കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഗൂഗിൾ ഫ്ലോയുടെ ഉള്ളിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ സ്റ്റിൽ ഗൂഗിൾ ഫ്ലോയുടെ ഉള്ളിൽ അവതാറിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതെന്തെങ്കിലും എനിക്ക് വന്ന ഇഷ്യൂ ആണോ എന്നറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗൂഗിൾ ഫ്ലോയുടെ ഉള്ളിൽ അവതാർസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയണേ. ഞാൻ നോക്കുമ്പോൾ അത് സ്റ്റിൽ ഒരു എറർ പേജിലേക്കാണ് പോകുന്നത്. ജെമിനിയുടെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് പക്ഷേ ഇതുപോലെ അവതാറിനെ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് പെയ്ഡ് പ്ലാനിലാണ്, ജെമിനിയുടെ പെയ്ഡ് പ്ലാനിലാണ് കേട്ടോ ഇപ്പോൾ ഇതുള്ളത്. ഫ്രീ പ്ലാനുകളിൽ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. അപ്പം പെയ്ഡ് പ്ലാൻ ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് പറയുക. അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.